കൗമാരക്കാരിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. വീടുകളിലും കലാലയങ്ങളിലുമാണ് ലഹരി ഉപയോഗം കൂടുതലായി നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഏലപ്പാറയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അൽഫോൻസ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രചരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 മാസത്തിനിടെ ലഹരി ഉപയോഗം മൂലം അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ രക്ഷകർത്താക്കളും അധ്യാപകരും രംഗത്തിറങ്ങണം. വിദ്യാർത്ഥികളിൽ അവരുടെ ശേഷിക്കപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇവർ ലഹരി തേടി പോകുന്നതിനിടയാകും. ഇതിന് ഇട നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ എനിക്ക് പേരൻസിനോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. പാരൻസിനോട് പറയുന്നത് കുട്ടികൾ ലഹരി വസ്തു കഴിക്കുന്നതിന് 2 സ്ഥലത്തിലേ ഉള്ളൂ. ഒന്ന് സ്കൂൾ, ഒന്ന് വീട്ടിൽ. സ്കൂളിൽ അവർ കഴിക്കുന്നത് 3 സ്ഥലത്തിലാണ്: ഓടിക്കുന്ന ക്ലാസ്സിൽ, ഹോസ്റ്റലിൽ, 2 സ്ഥലത്തിൽ. ഈ 2 സ്ഥലത്തിലും ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ വിചാരിച്ചാൽ മാത്രമേ. സമ്മേളനം ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. എൽഫോസ പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ സരിത സുഭാഷ്, കൊച്ചി മഞ്ഞുമൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ തോമസ് വർഗീസ്, IHRD പ്രിൻസിപ്പാൾ പി ബാബു, മാർ ബസിലോസ് എഞ്ചിനീയറിംഗ് കോളേജ് ഡീക്കൻ നിഖിൽ വർഗീസ്, പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സോഫിത ബിബി, ഹെഡ്മാസ്റ്റർ ഹസീന ബീഗം, ആൻഡപ്പൻ ജേക്കബ്, KN രാധാകൃഷ്ണൻ, OH ഷാജി, വിജു ബി ചാക്കോ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.